കൊട്ടാരക്കര ബിവറേജസിൽ ജീവനക്കാരനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പുനലൂർ ശാസ്താംകോണം സ്വദേശി രഞ്ജിത്ത്, വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്, ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ബിവറേജിൽ കയറി യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരൻ്റെ തലയ്ക്ക് ബിയർ കുപ്പി കൊണ്ട് അടിക്കുന്നു. അതിനുശേഷം ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇവർ ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഈ പ്രതികൾ പോലീസിന് നൽകിയ മൊഴിയിൽ എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത്? ഞായറാഴ്ച രാത്രി 8:45 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പുനലൂർ ശാസ്താംകോണം സ്വദേശിയായ രഞ്ജിത്തും അതുപോലെ തന്നെ വെട്ടിക്കവല സ്വദേശിയായ ജിൻസൺ, ഇങ്ങനെ ഈ ഇരുവരും കൂടിയാണ് മദ്യം വാങ്ങാനായി കൊട്ടാരക്കര പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാനായി എത്തിയത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവം ഉണ്ടായതും ഇവർ അക്രമം അയച്ചു വരികയും ചെയ്തത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ ഹെൽമെറ്റുധാരിയായ ഒരാൾ വന്ന് മദ്യം വാങ്ങിയ സമയം ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് ഈ ഷോപ്പിനുള്ളിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഈ തർക്കമാണ് വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് കലാശിച്ചത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തത്. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ജീവനക്കാരുടെ തലയിലേക്ക് ബിയർ കുപ്പി എടുത്ത് അടിക്കുകയും ചെയ്തു. ഈ അടിയുടെ ആഘാതത്തിൽ അയാളുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്, ഇന്നാണ് അല്പസമയം മുന്നെയാണ് പ്രതികളെ പിടികൂടിയത്. വെട്ടിക്കവല കേന്ദ്രീകരിച്ച് ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്നാണ് പ്രതികളെ പിടികൂടാനായതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇതിൽ ഒരാൾ നേരത്തെയും അബ്കാരി കേസിൽ പ്രതിയാണെന്ന് പറയുന്നുണ്ട്. കൂടുതൽ വ്യക്തത വരാനുണ്ട്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരുന്ന സാഹചര്യമുണ്ട്. ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേട്ടോ യെസ് വിനീഷ്, ഇങ്ങനെ അവരെന്ത് ഈ ഒരു മദ്യലഹരിയിലായിരുന്നോ ഈ ആക്രമണം നടത്തിയത്? ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണോ ഈ രണ്ടുപേരും? ഇരുവരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ ഒരാൾ മുൻപ് അബ്കാരി കേസിൽ പ്രതിയാണെന്ന് ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ വ്യക്തത വരണ്ട. എന്തായാലും തുടക്കം തന്നെ ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് തന്നെ പോലീസിന് പ്രതികൾ ആരാണെന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ തന്നെ ചില സൂചനകൾ ലഭ്യമായത് ഇതിൽ ഒരാൾ മുൻപ് അബ്കാരി കേസുമായി ബന്ധപ്പെട്ടുള്ള ആളാണോ എന്നുള്ള ചില സംശയവും പോലീസിനുണ്ടായിരുന്നു. അതിപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ആ സമയത്തുണ്ടായ ഒരു പ്രകോപനമാണ് ഈ മൊബൈൽ ഫോൺ. ഈ പ്രതികളിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. അതുപോലെ തന്നെ ഒരു വനിതാ ജീവനക്കാരി ഉണ്ടായിരുന്നു. വനിതാ ജീവനക്കാരി അസഭ്യം പറഞ്ഞു. ആ ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഈ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ഒരു ജീവനക്കാരന്റെ മുഖത്തേക്ക് അടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ അയാൾ കൈതട്ടി മൊബൈൽ ഫോൺ നിലത്ത് വീഴുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇതെല്ലാം ഈ പ്രതികൾക്ക് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടായ ഒരു വിരോധത്തിൽ ഈ അക്രമം ഉണ്ടായത്. ബിയർ കുപ്പി എടുത്ത് ജീവനക്കാരന്റെ തലയിലേക്ക് അടിച്ച സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഇവരെ ജീവനക്കാർ ചേർന്ന് പിടിച്ച് വ്യക്തമാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കരയിലെ ബെവറേജസിൽ ജീവനക്കാരനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്.